ഇപ്പൊ കുംഭമേള നടന്നുകൊണ്ടിരിക്കുക പ്രയാഗ്രാജിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷം. 40 കോടി 45 കോടി ഹിന്ദുക്കളാണ് പ്രയാഗിലെത്തി കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അവിടെ ഒരു ദുരന്തമുണ്ടായി. ദുരന്തമുണ്ടായപ്പോ എന്താ കണ്ടത്? കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും കുംഭമേള ദുരന്തം വാർത്തയായിരുന്നു. അതിന് തൊട്ടു മുമ്പ് നിങ്ങൾ വീട്ടിൽ വരുന്ന എത്ര ദിനപത്രത്തിൽ കുംഭമേളയുടെ ഒരു വാർത്ത, ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്? എത്ര ചാനലുകളിൽ നിങ്ങൾ കുംഭമേളയുടെ വിശേഷങ്ങൾ കണ്ടിട്ടുണ്ട്? പക്ഷേ കുംഭമേളയിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഇവിടുന്ന് ക്യാമറ യൂണിറ്റിനെ പ്രയാഗിലേക്ക് അയച്ചു. ഇപ്പോഴും അവരവിടെ തുടരുക. അവരവിടെ തുടരുന്നത് കുംഭമേളയുടെ വിശേഷങ്ങൾ ലോകത്തിന് മുമ്പിൽ നമ്മുടെ മുന്നിൽ എത്തിക്കാനാണോ? ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യ ദിവസം മുതൽ അത് ചെയ്യുമായിരുന്നു. പക്ഷെ അവിടെ ഒരു ദുരന്തം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ അവരെല്ലാ ക്യാമറ യൂണിറ്റുകളെയും സ്ഥിരമായി അവിടെ നിർത്തിയിരിക്കുക. കാരണം ഇനിയും 2-3 ആഴ്ച കൂടിയുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഇനിയും കൂടുതൽ ആളുകൾക്ക് അപകടം ഉണ്ടായാൽ അത് കാണിക്കണം. പഴയ വിഖ്യാതമായ ഒരു ചിത്രമുണ്ട്. സോമാലിയ എന്ന് പറയുന്ന ഒരു രാജ്യം, ഏറ്റവും രൂക്ഷമായ പട്ടിണിയുള്ള രാജ്യമാണ്. ലോകപ്രസിദ്ധമായ ഒരുപാട് അവാർഡുകൾ കിട്ടിയ ആ ചിത്രം എന്താണെന്നറിയോ? ഒരു കുഞ്ഞ്, എല്ലും തോലുമായ ഒരു കുഞ്ഞിരിക്കുന്നു. അവന്റെ പിന്നിൽ ഒരു കഴുകൻ കാത്തിരിക്കുന്നു. എന്തിനാണ് അറിയോ? അവൻ മരിച്ചു വീട് കഴിഞ്ഞാൽ അവന്റെ മാംസം ആഹരിക്കാൻ വേണ്ടി ഈ കഴുകൻ കാത്തിരിക്കുകയാണ്. അവനൊന്ന് ചത്തിട്ട് വേണം അവനെ തിന്നാൻ എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ പ്രയാഗരാജിൽ കമ്പടി ചെയ്യുക. അടുത്ത ഒരു ദുരന്തം ഉണ്ടായിട്ട് വേണം, ഹിന്ദുവിന്റെ മരണം ഉണ്ടായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കാൻ എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ കാവൽ നിൽക്കുകയാണ് പ്രയാഗരാജിൽ.